വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമുക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാ FNO ട്രേഡേഴ്സും ഇപ്പോൾ പാനിക് സിറ്റുവേഷനിലാണ്. കാരണം അടുത്ത ബഡ്ജറ്റ് തന്നെയാണ് റീസൺ. ഈ ബഡ്ജറ്റിൽ നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള ചാൻസസ് ആർ ഹൈ ആണ്. അതായത് നമ്മുടെ FNO ട്രേഡിങ്ങിൽ നമ്മളുണ്ടാക്കുന്ന പ്രോഫിറ്റ് സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റായിട്ടാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ലോട്ടറിയൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ലോട്ടറി ബെറ്റിംഗ് ഒക്കെ പോലുള്ള ആ ഒരു ഇതിൽ ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനിമേൽ അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഹെഡ്ജ് ഫണ്ട്സും അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ്സ്, ഹെഡ്ജ് ഫണ്ട്സിൻ്റെയും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ എക്സിക്യൂട്ടീവ്സ് നമ്മളെ പ്രീ ഇലക്ഷൻ മീറ്റിങ്ങിൽ വച്ച് നിർമ്മല സീതാരാമനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ റീറ്റെയിലേഴ്സിന് ഒത്തിരി ലോസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ആൽഗോ ട്രേഡുകളൊക്കെ പോലെയുള്ള ട്രേഡുകൾ ഇഷ്ടംപോലെ ഓർഡേഴ്സ് പഞ്ച് ചെയ്യുമ്പോൾ മാർക്കറ്റിന് ഹെവി ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈസി ആയിട്ട് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ലോസ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള ധാരണയിലാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടാക്സ് ഇത്രയും റൈസ് ചെയ്യുമ്പോഴേക്കും FNOയും ഹെഡ്ജ് ഫണ്ട്സും ഒക്കെ അവരുടെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുമ്പോഴേക്കും മാർക്കറ്റിൽ വോളറ്റാലിറ്റി കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. കൂടാൻ മീൻസ് ജമ്പ് ചെയ്ത് പോകും അടുത്ത പ്രൈസിലോട്ട്. ആ ഒരു സംഭവിക്കും. അതായത് നമുക്ക് ഇവിടെ നമുക്ക് ചാർട്ടിൻ്റെ ബേസിൽ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ 51 to 59 നിന്ന പ്രൈസ് മേ ബി അടുത്ത് ജമ്പ് ചെയ്യുന്നത് നമുക്കിവിടെ ഒരു പൂളിങ് ഓഫ് ഓർഡേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലുള്ള ട്രേഡിങ് ജമ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഈ വരുന്ന വർഷങ്ങളിൽ ടാക്സിൻ്റെ പ്രശ്നം കാരണം ഒരുപാട് FNO ട്രേഡേഴ്സും ഹെഡ്ജ് ഫണ്ട്സൊക്കെ ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട്. ഇതും ഹെവി ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് ഹെവി ആയിട്ടുള്ള ന്യൂസാണ്. എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ട്രേഡേഴ്സും പാനിക് സിറ്റുവേഷനിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ മാർക്കറ്റിൽ പ്രീ ബഡ്ജറ്റിന് മുന്നേ ഉള്ള ഈ ഒരു വരാൻ പോകുന്നൊരു സംഭവം തന്നെ ആയിരിക്കാം മിക്കവാറും. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് നമ്മളെപ്പോലുള്ള ഒരു 5 lakhs 6 lakhs ആ ക്യാപിറ്റൽ 10 lakhന് താഴെയുള്ള ക്യാപിറ്റലൊക്കെ നന്നായിട്ട് റീറ്റെയിലേഴ്സ് ഹെവി ആയിട്ട് ലോസ് തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ്. കാരണം 30% മീൻസ് നമ്മൾ ഒരു 100 rupees ഇതിനകത്ത് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ 30 rupees നമുക്ക് സർക്കാരിന് പേ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ എല്ലാവരും ഒരു പാനിക് സിറ്റുവേഷനിൽ തന്നെയാണ്. നമുക്ക് ഇതുവരെയുള്ള സ്ലാബെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമുക്ക് തന്നുകൊണ്ടിരുന്ന സ്ലാബെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് ഇൻകത്തിൻ്റെ സ്ലാബായിരുന്നു. അതായത് 0 മുതൽ 5%, 10%, 30% ഈ ഒരു കാറ്റഗറിയിലായിരുന്നു നമ്മൾ ടാക്സ് പേ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സഡനായിട്ട് നമുക്ക് FNO ട്രേഡിലോട്ട് പോകുമ്പോഴേക്കും സ്പെക്കുലേറ്റീവ് ഇൻകം ആയതുകൊണ്ട്, അതായത് നമുക്കിതൊരു ഗാംബ്ലിങ്ങിൻ്റെ രീതിയിലാണ് അവരിപ്പോൾ സംസാരിച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് ഗാംബ്ലിംഗ് ആണെന്ന്. മീൻസ് നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെവൽസ് മാർക്ക് ചെയ്ത് അതിനുശേഷം ആ ലെവലിൽ വരുമ്പോഴേക്കും റിജക്ഷൻ വരും. ഇത് ഗെയിം ഓഫ് സ്കില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ അത്രയും നമുക്ക് പ്രഡിക്ഷനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഹിറ്റ് ചെയ്ത് വെളിയിൽ പോകുന്നു. അപ്പോൾ അത് സ്പെക്കുലേറ്റീവിന് അങ്ങനെ ഒരു അടിച്ച് തരം താഴ്ത്തുന്നതിന് പകരമായിട്ട് ഗെയിം ഓഫ് സ്കില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഏരിയ ഓഫ് വർക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ഇപ്പോൾ FNO ട്രേഡേഴ്സ് എല്ലാവരും ഗാംബ്ലേഴ്സ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ FNO ട്രേഡേഴ്സ് നമുക്ക് ചെറിയ ക്യാപിറ്റലിൽ വെച്ച് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുള്ള വിദ്യാധാരണ കൊണ്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് എത്രയോ പേര് സക്സസ് ആയിട്ടുണ്ട്. കുറേ പേർക്ക് തീർച്ചയായിട്ടും ലോസ് തന്നെ ആയിരിക്കും ഒത്തിരി ആൾക്കാർക്ക്. എന്നാലും മിഥ്യാധാരണ ഒന്നുമല്ല, ഇതിനകത്ത് പോസിബിൾ ആണെന്ന് ഒരുപാട് ആൾക്കാർ തെളിയിച്ചിട്ടുള്ള സെക്ഷൻ തന്നെയാണ് ഈ FNO ട്രേഡിങ്. ഈവൻ സെല്ലേഴ്സിനെയും അവർ സ്പെക്കുലേറ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചവർ ഒരു ബേസ് ഇല്ലാത്ത ഒരു ആരോപണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റിൽ ബഡ്ജറ്റിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നറിയില്ല. ഇത് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാര്യം നടക്കാതിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ തരാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.